ഇത് IMAയുടെ ക്രിസ്മസ് സെയിലിൻ്റെ ഭാഗമായിട്ടൊരു ഷോ സംഘടിപ്പിച്ചാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാളാണിത്. ഞാൻ മെയിനായിട്ട് ഓർക്കിഡ്സാണ് അധികം ഉള്ളത്. ഓർക്കിഡ് മാത്രമല്ല, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ സെയിലുണ്ട്. ബ്ലോസം ഓർക്കിഡ് ഗാർഡൻ എന്നാണ് എൻ്റെ ഫേമിൻ്റെ പേര്. ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ അധികം വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടില്ല. ഒത്തിരി വെറൈറ്റീസ് ഓർക്കിഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആകെ 2 വെറൈറ്റി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഫെലനോപ്സിസ് ആൻഡ് ഡെൻഡ്രോബിയം, ഇത് രണ്ടുമേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെലനോസിസാണ് ഇതെല്ലാം. ഈ വലിയ ഫ്ലവർ വരുന്നതെല്ലാം ഫെലനോസിസാണ്. അതിൻ്റെ ഇലകൾ ഇത്ര വീതിയുള്ളതായിരിക്കും സാധാരണ രീതിയിൽ. വലിയ പൂവ് മാത്രമല്ല, ഇതിന് ചെറിയ പൂവും ഉണ്ട്, മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതിൽ കുറച്ച് അധികം ഇത് തന്നെയാണ്. ഇത് എല്ലാവരും വിചാരിക്കും ഓർക്കിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ആക്ച്വലി അല്ല. നമ്മൾ ചട്ടിയിൽ മണ്ണിട്ട് ഏത് ചെടി നട്ടാലും ഒരു 5 ഡേയ്സ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ചെടി അങ്ങ് വാടിപ്പോവും, നല്ല വേനൽക്ക്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം 5 ഡേയ്സ് അല്ല, 10 ഡേയ്സ് അല്ല, വാട്ടറുടെ ഇത് ഒഴിച്ചില്ലെങ്കിലും ചെടിക്കൊന്നും പറ്റത്തില്ല. പക്ഷേ ഗ്രോത്ത് ഇച്ചിരി സ്റ്റക്കായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. വാട്ടർ ആവശ്യമാണ്, പക്ഷേ ഒഴിക്കണം. ഫെലനോസിസിനാണെങ്കിൽ ഡെയിലി വെള്ളമേ ഒഴിക്കണ്ട. ഈ വെറൈറ്റിക്ക് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട 3-4 ഡേയ്സ് കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. മാത്രമല്ല, അപ്പോൾ ഇതിനകത്തുള്ള മീഡിയവും ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മീഡിയമല്ല, അല്ലാണ്ട് ഇതിനകത്ത് കുറേ മോസ് ഉണ്ടാവും. അത് കുറച്ച് മാറ്റിയിട്ട് കരിയോ ഓടും കഷ്ണോ ഒക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് മാറ്റി നടാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫെലനോസിസ് എല്ലാ ഓർക്കിഡ്സും 90% ഓർക്കിഡ്സും നമുക്ക് വെളിയിൽ ഔട്ട് ഓഫ് ഇച്ചിരി വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല വെക്കുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഡയറക്റ്റ് സൺലൈറ്റ്, നല്ല ഹോട്ട് സൺലൈറ്റ് ഡയറക്റ്റ് ഇലയിൽ അടിച്ചാൽ ഇല പൊള്ളിപ്പോവും. അപ്പോൾ ഇത് ഷെയ്ഡി പ്ലേസിൽ നമ്മൾ വരാന്തയിൽ തൂക്കിയിടാം, കാർപോർഷന് മുകളിൽ തൂക്കിയിടാം, അങ്ങനെയൊക്കെ കുഴപ്പമില്ല. മോർണിംഗ് വെയിലും ഈവനിങ് വെയിലും ഹോട്ട് കുറവാണ്, അത് സ്ഥലത്ത് കുഴപ്പമില്ല, തൂക്കിയിടാം, സ്റ്റാൻഡിൽ വെക്കാം, ഇൻഡോറും വെക്കാം. നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, ഇൻഡോർ ഇഷ്ടംമാതിരി വെച്ചിരിക്കുന്നത് കാണത്തില്ലേ. ഈ ഫെലനോസിസാണ് അധികം അങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഇൻഡോർ നമുക്ക് ഇഷ്ടമുള്ള പോട്ടിൽ മാറ്റി വെക്കാം. ഹോളുള്ള പോട്ട് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ വെക്കാം. പിന്നെ ഇത് ഞാൻ 650 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ 550 ഉണ്ട്, 650 ചെടിയുണ്ട്. ഇത് ഫെലനോപ്സിസ്. ഇനിയുള്ളത് ഡെൻഡ്രോബിയം. ഇത് കണ്ടോ, ഇത് ഡെൻഡ്രോബിയാണ്. ഇതെല്ലാം ഇതെല്ലാം ഡെൻഡ്രോബിയാണ്. ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ കൊണ്ടുവന്നിടത്ത് കുഴപ്പമില്ല. എന്നാലും ഷെയ്ഡി പ്ലേസ് ഒരു 80% ഷെയ്ഡ് ഉള്ളത് നല്ലതാണ്. ഇനി അഥവാ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറ്റിയിലൊക്കെ കെട്ടി മരത്തിലൊക്കെ കെട്ടി വെയിലുള്ളവർക്ക് വെക്കുന്ന കുഴപ്പമില്ല. ആദ്യമേ ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് പോയിട്ട് പുതിയതായിട്ട് വരുന്ന പ്ലാന്റ്സ് നല്ല കരുത്തോടുകൂടി കയറി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനും കരിയും തൊണ്ടും ഓടും കഷ്ണമൊക്കെ ഇട്ട് റിപ്പോർട്ട് ചെയ്ത് നട്ടാൽ മതി. അതാണ് ഡെൻഡ്രോബിയത്തിന് ഇതുപോലെ തന്നെ ചെടിയൊക്കെ ഒരു ചട്ടിയിൽ നമ്മൾ നട്ട് നല്ല പിടിച്ച് വേറെ കോടിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കൽ ഞാൻ നാട്ടിലൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും വെള്ളം കൊടുക്കാറില്ല, ഒന്നുമേ സംഭവിക്കത്തില്ല ഇതിനൊന്നും. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എനിക്കുള്ള അഗ്ലോണിമയാണ്. അഗ്ലോണിമ പൊതുവേ ഷെയ്ഡി പ്ലസ്സാണ്, ഭയങ്കര ഹോട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല, അത് ഇലയൊക്കെ പൊളി ചീത്തയാവും. ഇത് ഓർക്കിഡ് വിഭാഗമല്ല, ഇത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ വെക്കാവുന്ന പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ. ഇത് CC പ്ലാന്റ് എന്ന് പറയും, കണ്ടോ. ഇത് CC പ്ലാന്റ് എന്ന് പറയും. ഇത് ബ്ലാക്ക് CC ആണ്, കണ്ടോ, ബ്ലാക്കാണിത്. ഇതിങ്ങനെ വന്നിട്ട് ബ്ലാക്ക് ആയിട്ട് വരും. ഇത് നമ്മൾ ഇൻഡോർ വയ്ക്കുന്ന, നമ്മൾ എപ്പോഴും പറയില്ലേ ഓക്സിജൻ തരുന്ന പ്ലാന്റ് എന്ന് പറയും, അതിൽപ്പെട്ടതാണ് ഈ സംഭവം. ഇത് ഇൻഡോർ നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഈ പോട്ടിലൊക്കെ നമുക്കിത് സുന്ദരമായിട്ട് ആൻറ്റി കണ്ടു കേട്ടോ വെച്ചിരിക്കുന്നതാണത്. എല്ലാം ഇവിടെ തന്നെ വന്നാൽ മതി. ഇത് നമുക്ക് ഇൻഡോർ വയ്ക്കാവുന്നതാണ്. CC പ്ലാന്റ് എന്ന് പറയും. അതിൽ തന്നെ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് CC എന്ന് പറയും. ഇത് ഷോർട്ടാണിത്. ഇത് വലിയ പൊങ്ങിപ്പോണ ടൈപ്പ് ഉണ്ട്, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ട്വിസ്റ്റഡാണ്, ഡ്വാർഫ് ടൈപ്പാണിത്. ഡ്വാർഫ് എന്ന് പറയുന്നത് ട്വിസ്റ്റഡാണ്. ഇതങ്ങനെ ഹൈറ്റ് അധികം വരുന്നില്ല, അങ്ങനത്തെ വെറൈറ്റിയാണിത്. പിന്നെ ആന്തൂര്യം, ഇത് കണ്ടോ, ഇത് ആന്തൂര്യം. ഇത് വേരിഗേറ്റഡ് ആന്തൂര്യമാണ്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഇതങ്ങനെ വലിയ പ്ലാന്റായിട്ട് വലിയ ലീഫോ വലിയ പ്ലാന്റോ വരത്തില്ല, ചെറിയ പ്ലാന്റ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, അറ്റ് എ ടൈം മോർ ഫ്ലവേഴ്സ്, ഒത്തിരി ഫ്ലവേഴ്സ് കാണും ഒരു സമയം തന്നെ. ഇതിനകത്ത് നിറച്ച് തൈകളും വരും, ചുറ്റും വരും. അങ്ങനെ ആ ചട്ടി അങ്ങോട്ട് ബുഷിയാവും. ഇതൊക്കെ നമുക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ ഇൻഡോർ വെക്കാം. തന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് തന്നെ വെക്കണം. ഇങ്ങനെയാണ് എൻ്റെ വെറൈറ്റീസ്. ഇത് മാത്രമല്ല, ഓർക്കിഡ് ഇനത്തിൽ ഒത്തിരി വെറൈറ്റീസ് വേറെ ഉണ്ട്. വാൻഡ, കാറ്റ്ലിയ, വൺസീഡിയം, മുക്കാറ, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പക്ഷേ ഞാനിതിവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇതെല്ലാം ധാരാളമുണ്ട്. ചെയ്യില്ല.
ഓർക്കിഡിന്റെ പൂവ് വിരിഞ്ഞതിന് ശേഷം എത്ര നാളാണ്? അതാണ് ഓർക്കിഡിൻ്റെ പ്രത്യേകത. ഓർക്കിഡിൻ്റെ പൂവ് ഫെലനോസിസൊക്കെ നമ്മൾ ഏത് സമയം സ്ഥലം മാറ്റാതിരുന്നാൽ മതി. ഒരു സ്ഥലത്ത് സെറ്റായി കഴിഞ്ഞാൽ ഒരു 4-5 മാസം 6 മാസം വരെ നിൽക്കും ഇതിൻ്റെ പൂക്കൾ. പക്ഷെ ഫുൾ നിൽക്കുന്നല്ല, ആദ്യം ഉണ്ടായതിനെ കുറച്ച് പോയി ആ സ്ഥലം നിൽക്കും. ഡെൻഡ്രോബിയം അങ്ങനെ ഒരു 3 മാസം 4 മാസം പൂ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് സെയിൽ വീട്ടിലുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9447515151. ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ ഞാൻ തിരുവനന്തപുരത്താണ്, മെഡിക്കൽ കോളേജ് അടുത്താണ്. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി.